ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചൻ. എന്തുകൊണ്ട് മച്ചന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അങ്ങനെ ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷർ സിനിമ കണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ആണ് ഈ ലേറ്റ് മങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ ഗൈസ്, നശിപ്പിച്ച് നാറാണത്ത് കല്ലെടുത്തെന്ന് തന്നെ പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് പ്രതീക്ഷ. ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറയാനായിട്ട് കൊള്ളാമെന്ന് പറയുന്നത് ഒരു കാര്യമുള്ളൂ, ഇതിൻ്റെ 3D കൊള്ളാം. 3D ഒഴിച്ച് ബാക്കി എന്തെന്ന് നോക്കിക്കഴിഞ്ഞാലും എനിക്കെന്തോ അത്ര കത്തിയില്ല പടം. ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു അരമണിക്കൂർ അന്യായ വെറുപ്പിക്കലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പടം അങ്ങ് തുടങ്ങും. പിന്നെ ഇതിനകത്ത് എന്തോ പറയുന്നു, ഒരു സാധനമുണ്ട്, ചൂട്ടോയാ എന്തോ ഒരു സാധനം, അതിൻ്റെയൊക്കെ കാണണം. അതൊക്കെ ട്രെയിലറിൽ കണ്ടപ്പോഴേ തോന്നിയ കാര്യമാണ്, ഇതൊക്കെ വെറുതെ ആണ് എന്നുള്ളത്. പിന്നെ മോഹൻലാൽ തന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന, മോഹൻലാൽ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതും, പിന്നെ കുറേ ഫോറിനേഴ്സാണ് ഇതിനകത്ത് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതൽ എടുത്തു പറയാനുള്ളത് കുറേ പാസമുണ്ട്, പിന്നെ കുറേ ഇസബെല്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പടം പോകുന്നത്. പക്ഷെ നമുക്ക് ഇത് എന്തോ പറയുന്ന, ഇപ്പൊ നമ്മള് ഇത് ചിലർക്ക് അങ്ങനെ കത്തണമെന്നില്ല ഈ സിനിമ. സീരിയസ്ലി പറയാം, ഇത് ഞാനിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. ഈ പിള്ളേരെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ മാതാപിതാക്കളും തന്നെ കൂടെ വേണം, അല്ലാതെ പിള്ളേരെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുന്നൊരു ഇതല്ല. അപ്പം അവർക്കും കൂടെ ഒന്ന് ഇഷ്ടപ്പെടണം. ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ എനിക്കെന്തോ അങ്ങനെ കയറി കത്തിയിട്ടില്ല. ഇതൊരു 10 വയസ്സിന് താഴെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പറയും പടം പൊളിയാണ് മോനെ എന്ന് തന്നെ പറയത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തോ, എനിക്ക് സീരിയസ്ലി പറയാം, പേഴ്സണലി എനിക്ക് അത്രയും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ VFX കാര്യങ്ങളെല്ലാം ഉള്ള ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ഇതിനകത്ത് 3D, മറ്റ് 3D സിനിമകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ 3Dയുടെ കാര്യത്തിൽ ഈ സിനിമ ഒരു കൈ മുന്നിൽ തന്നെ. അത് അത്രേ ഉള്ളൂ. എന്തായാലും പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നേരം ബൈ.